മലപ്പുറത്തും വെള്ളം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഏറെ വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ കാണാം. ഇവിടുന്ന് കിട്ടുന്ന ബോഡികളൊക്കെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കാണ്. പിന്നെ പറഞ്ഞാൽ അങ്ങനെ അറിയാൻ കഴിയില്ല, ആ അവസ്ഥയിലാണ് കിട്ടുന്നത്. നമുക്കൊന്നും ഒറ്റയടിക്ക് അറിയില്ല. മറ്റുള്ള ബാക്കിയുള്ളവരൊക്കെ വരുമ്പം അങ്ങനെ ചിലപ്പോൾ കണ്ടാൽ അറിയും. അപ്പോൾ ഇവിടുന്ന് എല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടത് അങ്ങനെയാണ്. ആ കണ്ടീഷനിലാണ് നമുക്ക് കിട്ടിയതൊക്കെ. ഒന്നും അറിയാൻ കഴിയാത്ത കണ്ടീഷനിലൊക്കെയാണ് കുറേ കിട്ടിയത്. 1-2 കുട്ടികൾ അതൊക്കെ നമുക്ക് ഫോട്ടോസ് കിട്ടിയിട്ടുള്ളൂ. എല്ലായിടത്തേക്കും നമുക്ക് എത്താൻ കഴിയില്ലല്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ ഇറക്കണേ. പിന്നെ മേലേക്ക് നമ്മളൊന്നും പോയിട്ടില്ല, ഇവിടുന്ന് പോകാൻ വിടുന്നില്ല. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തടച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിടുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഇതൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് പരമാവധി എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. ഒരു എമർജൻസിയാണ്, നിങ്ങൾക്കറിയാലോ, എമർജൻസി വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രകൃതി ദുരന്തം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എത്ര ജീവനുകളാണ് പൊലിഞ്ഞതില്ലേ. വയനാടടക്കം ആ ഒരു ഉരുൾപൊട്ടലിൽ തന്നെ 80-ന് മുകളിലെ ആളുകളാണ് മരണപ്പെട്ട ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് മൃതദേഹങ്ങൾ കിട്ടിയ അടിസ്ഥാനത്തിലുള്ള എണ്ണിയത്. പക്ഷേ ഇനി എത്ര ആളുകൾ മണ്ണിൻ്റെ അടിയിലുണ്ട് എന്നുള്ളതാണ്, എത്ര പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള പോസ്റ്ററുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പല ജില്ലയിൽ, കണ്ണൂർ, അതുപോലെ തന്നെ മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെ കോഴിക്കോട്, ഇതെല്ലാം ഈ ഒരു ഇത്രയും സ്ഥലങ്ങളിൽ പല ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ള അവസ്ഥകളും എത്രത്തോളം എന്താ പറയുക, ഈ വെള്ളം കയറിയോണ്ടുള്ള ഒരുപാട്, അതുപോലെ തന്നെ ഉരുൾപൊട്ടിയോണ്ടുള്ള ഒരുപാട് എന്താ പറയുക വേദനിപ്പിക്കുന്ന, അതിലേറെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2019-2018 പ്രളയമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ തന്നെ ആകെ ഭയങ്കരമായിട്ട് ഫീലിംഗ് ചെയ്തു. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായി പോയിട്ടോ, ഷോക്കായി തന്നെ പറയാം. നിങ്ങൾ ശരിക്കും നിങ്ങളിത് കാണുക. പിന്നെ മാത്രമല്ല, ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളൊക്കെ ജീവൻ ഏത് നിമിഷവും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കൊക്കെ ശക്തമായ മഴയാണ്, മഴ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നാളത്തെ കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്കൂളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മക്കളെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത്. ആദ്യം നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണി. ഓരോ കാറ് കിടക്കുന്ന എംബിഎച്ച് മൊത്തം പൂട്ടി കിടക്കാണ്. എംബിഎച്ച് പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയിലാണ്. അവർ ഇന്നലെ പാർക്കിംഗ് ഒക്കെ ഇട്ടാൽ മതിയില്ലേ? വയനാട് മിംസ് ഹോസ്പിറ്റലിന് കിട്ടിയ ചെറിയൊരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അവിടുന്ന് ഉരുൾപൊട്ടലിൽ പരിക്ക് പറ്റിയ ആൾക്കാരെ, ഒരുപാട് ആൾക്കാരെ ഇപ്പം മിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കുടുംബക്കാർ പല ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവരെ ഒരു ലിസ്റ്റ് ഞാൻ കറക്റ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ ലിസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾ ആൾക്കാർ എത്രയും പെട്ടെന്ന് വയനാട് മിംസ് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുമോ നോക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ നമ്മൾക്കിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ബ്ലഡ് ആവശ്യമുണ്ട്. അപ്പോൾ ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വേഗം തന്നെ വയനാട്ടിലെ മിംസ് ഹോസ്പിറ്റലിലേക്ക് എത്താൻ നോക്കുക. പറയാൻ കാരണം കറക്റ്റ് ഒരുപാട് കുടുംബങ്ങൾ പല ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ എവിടെയൊക്കെയുള്ളത് ഈ ലിസ്റ്റിൽ നോക്കുക. നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മിംസ് ഹോസ്പിറ്റലിൽ എത്തുക. മാക്സിമം ആൾക്കാരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എന്താ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് ആലോചിക്കുക നിങ്ങൾ. ഇത് ഓരോരോ ജില്ലയിലും പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ളതാണ്. എത്ര ജീവനുകളാണ് ഇപ്പോൾ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടാവുക.
എത്ര പേരെയാണ് കാണാതായിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിൽ കുടുങ്ങിയിട്ടുള്ള അവസ്ഥകൾ ഭയങ്കര ഒരു ദുരന്തമായി പോയില്ലേ. ശരിക്കും ഇതിൻ്റെ ഷോക്കിലാണ് ഇപ്പം നമ്മളെല്ലാവരും. അർജുന് ശേഷം അർജുനൻ്റെ വേദന നമ്മളെ മനസ്സിലിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് അതിലേറെ വലിയ എത്രയോ ഒരുപാട് പേര് മരണപ്പെട്ടത്. അർജുൻ്റെതും വലിയൊരു വേദനിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഇതും ഒത്തിരി പേരുടെ ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞത് എന്നുള്ളതാണ്. എന്തെല്ലാം ഈ പ്രകൃതി ദുരന്തം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അത് മാത്രമല്ല, ഒന്ന് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്താളി. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മളെ മക്കളൊരിക്കലും പുറത്തേക്ക് വിടാണ്ടിരിക്കാൻ ശ്രമിക്കുക. അവർക്ക് ചിലപ്പോൾ പോയിട്ട് വോളിബോൾ കളിക്കാൻ തോന്നും. പാടൊക്കെ അങ്ങനെ പൊന്തി വെള്ളം അങ്ങനെ നിൽക്കുന്ന സമയം കാണുമ്പോഴേ അങ്ങനെ പല പല ആഗ്രഹങ്ങളും അവർക്കുണ്ടാവും. അവർക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷേ അത്യാവശ്യം ദുരന്ത സ്ഥലങ്ങളിലേക്ക് പോവാണ്ടിരിക്കുക. അത് പോവേണ്ട ആളുകൾ അവിടെ എന്തെങ്കിലും റെസ്ക്യൂ ആയി ബന്ധപ്പെട്ടിട്ട് പോകുന്നവർ പോകുന്നതല്ല, കാഴ്ച കാണാൻ എന്നുള്ള രീതിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പൊന്നു മക്കളെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും. മക്കൾ എന്നല്ല, ഞാൻ എല്ലാവരോടും കൂടി പറയുന്നത്, ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഷോക്കായി എന്നുള്ളതാണ്. ആ ഷോക്കായ ഒരു കാര്യം ഒരു മെസ്സേജായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. മാക്സിമം ഒരിക്കൽ കൂടി ഒന്ന് ഷെയർ ചെയ്തേക്ക് കേട്ടോ. ഇതുപോലെ തന്നെ വെള്ളം കയറിയിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ഉള്ള അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ബെൽ ബട്ടൺ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.